ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ട് പാൽവാഴ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞു വയ്ക്കുക, ഒരു കപ്പ് പഞ്ചസാര, ഒരു 100 ഗ്രാം സാബുനരി, ഒരു കപ്പ് പാല്. ഇത് ഏകദേശം 500 മില്ലി ഉണ്ട്. 2 ഏലക്കായ, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. ആദ്യം തന്നെ നമ്മൾ പാൻ ചൂടാക്കി വെച്ച് വെണ്ണ അതിലേക്ക് ചേർത്ത് ഇത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. കുറച്ച് മുന്തിരി കൂടെ ആഡ് ചെയ്തു. നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാബുനരി ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. നല്ല കഴുകിയിട്ട് നല്ല കുതിർത്ത് വെക്കണം. 20 മിനിറ്റ്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പഴം കൂടെ ചേർക്കാം. നല്ല പഴുത്ത പഴം നോക്കി നല്ല രീതിയിൽ വഴറ്റി കൊടുക്കും ബട്ടറിൽ. ഇതും കൂടെ നമുക്ക് കോരി വയ്ക്കാം. ഈ രീതിയിൽ ചെയ്ത് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായത് കുതിർത്ത് വെച്ച് ഇനി അത് വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച സാബുനരി അതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ല രീതിയിൽ ഇളക്കി വേവിക്കും. പിടിക്കാതെ നോക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. ഇത് വെന്ത് വരുമ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയി. അത് വെന്ത് വന്നിട്ട് എന്താ ഈ രീതിയിൽ കിട്ടും. ഇത്ര ആയി കിട്ടിയാൽ മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് പാല് ചേർത്ത് വെക്കും. 500 മില്ലി പാലിടും. നല്ല രീതിയിൽ ഇളക്കി. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം ചേർക്കണം. ഇത് 500 മില്ലി പാലിലേക്ക് ഈ പഞ്ചസാര കറക്റ്റാണ്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കും. വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പഴം ചേർത്ത് കൊടുക്കും. നല്ല ബട്ടറിൽ വഴറ്റിയെടുത്ത പഴം ചേർക്കും. ഇനി അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കും. ഇത് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇളക്കി തന്നെ വേവിച്ചെടുക്കും. നല്ല രീതിയിൽ ഇളക്കി വേവിച്ച്
പാലും കൂടെ നല്ല മിക്സായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ സാബുനരി, അതും കൂടെ അതിലേക്ക് ചേർത്ത് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കും. കട്ടപ്പിടിക്കാതെ ഇളക്കി. നല്ല രീതിയിൽ തിളച്ച് വരുന്നത് വരെ ഇളക്കി. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. തിളച്ച് വരുന്നു. ഈ 2 ഏലക്കായ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർക്കാം. ഇതാ നമ്മുടെ പാൽ വാഴക്ക ഇവിടെ റെഡി ആയിട്ട്. എല്ലാവരും ട്രൈ ചെയ്തു. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത